സൺഡേ സ്പെഷ്യൽ ലൈവാത്തോൺ തുടരുകയാണ്. സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകൾ തേടിയുള്ള യാത്രയാണിത്. ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP തുടരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളും പരിശോധിച്ചാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് നമുക്കൊക്കെ അറിയാം എത്ര വലിയ വിവാദമായി മാറി, രാഷ്ട്രീയ വിവാദമായി അത് മാറുന്നു. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ അത് ഏത് തരത്തിലേക്ക് പ്രതിപക്ഷം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, അതിപ്പോഴും CPIM നേതാക്കളൊക്കെ പറയുന്നതുമാണ്. അത്ര വലിയ ആരോപണങ്ങൾ വന്നിട്ട് പോലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നൊക്കെയുള്ളത്. പക്ഷേ ആ കേസ് പരിശോധിച്ചാൽ അതിപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. അത് ഏജൻസികൾ മാറി മാറിയാണ് അതിൽ വന്ന് അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതികൾ ഏറെയുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോകാത്ത അവസ്ഥ. ഇപ്പം നമ്മൾ ഈ പറയുന്ന രാമനാട്ടുകര സ്വർണ്ണക്കടത്ത്, അതിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഞങ്ങളോട് പ്രതിനിധി അത് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പോകാത്തതിന് കാരണം എന്തായിരിക്കാം? അതെ, ഇതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് സാമ്പത്തിക ലാഭം തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം 50 കോടി ഇപ്പം വന്നല്ലോ. അത് തന്നെയല്ല, ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരെ അവർക്ക് പല രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ട്. ഇപ്പോൾ PV അൻവർ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനകത്ത് നിരുദ്ധാനെന്ന് പറഞ്ഞ ഒരു പയ്യനെ അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചൊരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീടിനടുത്തൊരു മലയെ കൊണ്ടുവന്ന് തലക്കിട്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് 2 മൊബൈൽ ഫോണിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ആ മൊബൈൽ ഫോൺ 2 കണ്ടെത്തിയിട്ടില്ല. ഇനി മാമി എന്ന് പറഞ്ഞ ഒരാളെ കൊന്നിട്ടുണ്ട്. കൊന്നെന്ന് പറഞ്ഞില്ല, അത് മിസ്സിംഗ് ആണ്. 1.5 വർഷമായി പോകുന്നു, അതും എങ്ങും എത്തിയില്ല. അപ്പോൾ അത് കാണാതായി. അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകൾ കേരളത്തിൽ ധാരാളം ഉണ്ട്. അത് എന്തുകൊണ്ട് പോലീസ് അതിലേക്ക് നീങ്ങുന്നില്ല, അതിൻ്റെ കൃത്യമായ അതിൻ്റെ കുറ്റവാളികളെ പിടിക്കുന്നില്ല? അതൊക്കെ സാമ്പത്തികം തന്നെ പറയും. ഇതിലിപ്പോൾ SP-ക്കെതിരെയൊക്കെ നമുക്കറിയാം, സുജിത് ദാസിനെതിരെയൊക്കെ PV അൻവർ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ ശ്രീ ജോർജ് ജോസഫ്. അത് അദ്ദേഹം ഏത് തരത്തിലേക്ക് ധനം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഡാൻസ് ഓഫ് സംഘത്തിനൊക്കെ ഇതിൽ പങ്കുള്ളത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഇപ്പോൾ PV അൻവർ ആണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് അന്വേഷിക്കരുത് എന്നില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിലൊരു തട്ടാനുണ്ട്. അദ്ദേഹം ധനികനായി മാറി. അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലൊക്കെ കഴിഞ്ഞ ദിവസം PV അൻവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു അപ്രൈസർ എന്ന് പറയുന്ന സ്ഥിരമായി ഒരേ ഒരാൾ മാത്രം വരുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെ ഒട്ടേറെ ചോദ്യങ്ങൾ, ഇതിൽ ഒട്ടേറെ ദുരൂഹതകളും ഉള്ളതല്ലേ? അതിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ഇതിൽ എന്തുകൊണ്ടാണ് ഭരണകൂടമൊക്കെ ഈ തരത്തിലേക്ക് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയമൊക്കെ നമുക്ക് തോന്നുന്ന ഘട്ടം കൂടിയാണ് ശ്രീ ജോർജ് ജോസഫ്. അതെ, ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. കാരണം ഇങ്ങനെ എത്ര കേസുകളാണ് ഇപ്പം അങ്ങ് നിലനിൽക്കുന്നത്. അതൊക്കെ ഓരോ അന്വേഷണം മികവ് കാണിച്ച ആൾക്കാരെ ഏൽപ്പിച്ചാൽ അതൊരു 2 മാസം 3 മാസം കൊണ്ട് തീർക്കാനുള്ളതുള്ളൂ ഒരു കേസ്. അത് തീർക്കുക മാത്രമല്ല, കുറ്റച്ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോടതിയുടെ ട്രയൽ സമയത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ പോയിരുന്ന് ഇവരെ കൺവിറ്റ് ചെയ്യിപ്പിച്ച് അകത്തോട്ട് വിട്ടുകിടണം. ഇപ്പം ഇവിടെ എന്ത് കാണിച്ചാലും ശരി, ആരെ കൊന്നാലും പിടിച്ചോണ്ട് പോയാലും മിസ്സായാലും ശരി, ഒരു നടപടിയില്ല. ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതുപോലുള്ള ധാരാളം കേസ് ഇപ്പം നമുക്കറിയാവുന്ന സ്വർണ്ണക്കടത്ത് കേസുകളിലെ പല കേസും എങ്ങും എത്തിയില്ലെന്ന് നമുക്കിപ്പം മനസ്സിലായി. ഏതായാലും ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ശ്രീ ജോർജ് ജോസഫ്. അതായത് മുഖ്യമന്ത്രി പറയുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പിടിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന് ഇപ്പോൾ ഇതിൽ കൂടുതൽ അധികാരങ്ങളുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ഇതിൽ ചില ഉദ്യോഗസ്ഥരെങ്കിലും ഇതിൽ അനധികൃതമായ ഇടപെടൽ നടത്തുന്നുണ്ട്, അനഭിലഷണീയമായ പ്രവണതകൾ ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നത്. അത് തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ കൂടി താങ്കളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ജോർജ് ജോസഫ്. അത് മികവുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സാമ്പിളിനെങ്കിലും ഒന്നും വേണ്ട, ആ മലപ്പുറം SP-യുടെ ക്യാമ്പസിലുള്ള മരം വെട്ടിക്കൊണ്ടുപോയി അതൊരു 10 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി അത് കുറ്റച്ചാർജ് കൊടുക്കുക. ആ മരം എവിടെയാണ് കൊണ്ടുപോയെന്നുള്ളത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് എത്ര നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യങ്ങളാണ്. അതുതന്നെയല്ല, അവിടെ താമീർ വധക്കേസിലെ ഒരാളെ പോലീസ് കസ്റ്റഡി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനകത്ത് ആരൊക്കെയാണോ ഇൻവോൾവ് ചെയ്ത് 4 പോലീസുകാരെ മാത്രം അകത്തോട്ട് വിട്ടിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അങ്ങ് അന്വേഷിച്ച് അത് കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ ഇപ്പം അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ഈ നേരത്തെ ശിവശങ്കറിൻ്റെ കാലഘട്ടത്തിൽ വന്ന സ്വർണ്ണം ഏത് വഴി വന്നു എന്നറിയാം. അതിനൊക്കെ ഒരു പരിഹാരമില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ പോലീസ് എടുത്ത കേസെങ്കിലും കൃത്യമായിട്ട് NIA അല്ലെങ്കിൽ ED അവരുടെ വഴിക്ക് പോട്ടെ.
കേരള പോലീസ് എടുത്ത കേസുകൾ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ആഭ്യന്തര വകുപ്പ്. ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. DGP അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, ഇതിൽ ഈ ഉദ്യോഗസ്ഥരുമായുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ നെക്സസ് എന്നുള്ളത് അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതിൽ തർക്കമില്ല. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അവർക്ക് എത്രയാണ് കമ്മീഷൻ കൊടുക്കുന്നത്, ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ ഈ സംഘങ്ങൾ തന്നെ നമ്മളോട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അത്തരം ഒരു വെളിപ്പെടുത്തൽ ഇന്ന് നമുക്ക് വരികയും ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ ഒത്താശയോടെ സ്വർണ്ണക്കടത്ത് വിമാനത്താവളങ്ങളിലൂടെ നടത്തുന്നത് എന്നത്. അപ്പോൾ ഇത് നിർബാധം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിലെടുക്കേണ്ട വിഷയം. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം തത്സമയം അതിഥിയായി പങ്കെടുത്തതിന്.